ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസ് നോക്കാം ഈ ചാപ്റ്ററിൻ്റെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടാൻജൻസ് ക്യാൻ എ സർക്കിൾ ഹാവ്? ഹൗ മെനി ടാൻജൻസ് ക്യാൻ എ സർക്കിൾ ഹാവ്? നമ്മൾ പഠിച്ചു എന്താണ്, ഒരു സർക്കിളിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടാൻജൻസ് ആകാം. ഇൻഫിനിറ്റ്. ആൻസർ എന്താണ്? ഇൻഫിനിറ്റ്. ഓക്കെ ഓക്കെ അടുത്തത്, എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഇൻ്റർസെക്ട്സ് ഇൻ ഡാഷ് പോയിന്റ്. ഒരു സർക്കിള്, ഈ സർക്കിളിൻ്റെ ഒരു ടാൻജൻ്റ് ഉണ്ട്. സോറി, ഇത് ടാൻജൻ്റ് ആയില്ല, ഇത് സീക്കൻ്റ് ആയിപ്പോയി. രണ്ട് സ്ഥലത്ത് പോയിന്റ് മീറ്റ് ചെയ്തു. ഓക്കെ, ഒരു സർക്കിള് ഒരു ടാൻജൻ്റ് ഉണ്ട്. അപ്പോൾ ഈ സർക്കിളിൽ ഈ ടാൻജൻ്റ് എത്ര സ്ഥലത്ത് മീറ്റ് ചെയ്യും, ഇൻ്റർസെക്റ്റ് ചെയ്യും? നമുക്കറിയാം, നമ്മൾ പഠിച്ചു, ഒരു സ്ഥലത്ത് ഒറ്റ പോയിന്റ് ഇൻ്റർസെക്റ്റ് ഓൺലി വൺ. ഇത് രണ്ട് സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്താൽ നമ്മൾ അതിന് എന്ത് പറയും? സീക്കൻ്റ് എന്ന് പറയും. നമ്മൾ പഠിച്ചല്ലേ. ഓക്കെ, അടുത്തത്, എ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് എ സർക്കിൾ ഇൻ 2 points ഈസ് കോൾഡ് സീക്കൻ്റ്. നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്തു, സീക്കൻ്റ്. ഇനിയാ നെക്സ്റ്റ്, എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻസ് അറ്റ് മോസ്റ്റ്. എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻസ് ഇവിടെ. എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻസ് അറ്റ് മോസ്റ്റ്. എത്ര ഉണ്ടാവും ഒരു സർക്കിളിന്? ഇതൊരു സർക്കിള്, ഇവിടെ ഒരു ടാൻജൻറ്റ് ഉണ്ടെങ്കിൽ നേരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, അതിനൊരു ഓർഡർ ഉണ്ടാവും. സോ എത്ര ഉണ്ടാവുള്ളൂ? 2 പാരലൽ ഓർ ഒരു പെയർ. 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 പെയർ എന്ന് എഴുതാം. 2 ആണ് ആൻസർ. ഓക്കെ, ദ കോമൺ പോയിന്റ് ഓഫ് എ ടാൻജൻറ്റ് അറ്റ് എ സർക്കിൾ ആൻഡ് എ സർക്കിൾ ഈസ് കോൾഡ്. ഏതാണ് കോമൺ പോയിന്റ്? നമ്മൾ എന്താ വിളിക്കുക? ഈ ടാൻജൻറ്റ് മീറ്റ് ചെയ്യുന്ന കോമൺ പോയിന്റിനെ എന്താ വിളിക്കുക? പോയിന്റ് ഓഫ് കോണ്ടാക്ട് അല്ലേ? സിമ്പിൾ അല്ലേ? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് ബേസിക് സാധനങ്ങളാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ.